വിയപുരം കഴിഞ്ഞ തവണ കപ്പടിച്ച ചുണ്ടനാണ്. ചുണ്ടനേക്കാൾ തുഴക്കാരുടെ മികവാണ് പ്രധാനമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്. PBC അങ്ങനെ തങ്ങൾ അജയ്യരാണ് എന്ന് കാണിക്കുന്നു. കാരിച്ചാൽ ചുണ്ടനും ഒട്ടും മോശമല്ല. 10-16 തവണ ഈ നെഹ്റു ട്രോഫിക്കായി മത്സരിച്ച് വിജയിച്ച ആ വള്ളത്തിന്റെ ഒരു മിനുപ്പും അതുപോലെ തന്നെ വള്ളത്തിന്റെ ഒരു മികവും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് ചുറ്റുമുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ വാർത്താ സംഘം. നമുക്ക് അലി അക്ബർ ഷായിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അലി അക്ബർ ഷാ, ഇനിയിപ്പോൾ ആഘോഷത്തിന്റെ സമയമാണ്. കാണികൾ എല്ലാവരും ആവേശത്തിമിർപ്പിലായിരിക്കില്ലേ? അവരെല്ലാവരും പ്രഡിക്റ്റ് ചെയ്തത് കാരിച്ചാലിന്റെ വിജയമാണ്. ഇത് ഒരു അപ്രതീക്ഷിത സംഭവമല്ല. കാരണം ഇതൊരു എല്ലാവരും പ്രതീക്ഷിച്ച വള്ളംകളിക്ക് എത്തിയിരുന്ന കാണികളായിട്ടുള്ള പ്രേക്ഷകരായിട്ടുള്ള മുഴുവൻ ആളുകളും ആലപ്പുഴക്കാരും പ്രതീക്ഷിച്ചിരുന്ന ഒരു റിസൾട്ട് തന്നെയാണിത്. കാരണം ഇതൊരു കരുത്തുറ്റ ടീമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം 4 തവണ ഇതിനോടകം 4 തവണ നെഹ്റു ട്രോഫി നേടിയ, ചരിത്രത്തിലാദ്യമായി ഇത് 5ാം തവണ നെഹ്റു ട്രോഫി നേടിയിരിക്കുന്ന ഈ ടീമിനെ പറ്റി നല്ല ധാരണ ആലപ്പുഴക്കാർക്ക് ഉണ്ടായിരുന്നു അല്ലേ? ജയിക്കുമെന്നുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. ആദ്യം ദൈവത്തിന് ഞങ്ങളുടെ സാറിന് നന്ദി പറയുന്നത്. എങ്ങനെയായിരുന്നു കോൺഫിഡൻസ്? അനുകൂലമായിരുന്നു. അടിക്കുന്നത് കഷ്ടപ്പാടിന്റെ ഫലമല്ലേ? അതെ അതെ, അത്ര ഉള്ളൂ. വള്ളം മാറിയാലും ടീമിന്റെ കരുത്ത് പറയില്ല. അത്ര ഉള്ളൂ. പൊളിച്ചു പിന്നല്ല, ചരിത്രം കുറിച്ചില്ല. തുടർച്ചയായിട്ട് 5 വിജയം. ലോക വള്ളംകളിയിൽ കേരളത്തിൽ ഒരു ടീമും 5 തവണ കപ്പെടുത്തിട്ടില്ല. അതും 5 വള്ളത്തിൽ, വ്യത്യസ്തമായ 5 വള്ളത്തിൽ. അതാണ് BBC. വള്ളം മാറിയാലും കരുത്ത് കുറയില്ല. ഇല്ല, പ്രൊഫഷണൽ ടീമില്ലാതെ, പ്രൊഫഷണൽ ടീം ആരുമില്ലാതെ നാട്ടിലെ കർഷക തൊഴിലാളികളുടെ മക്കളാണ് ഇന്ന് തുടങ്ങുന്നത്. വേറെ ആരും നോക്കി ഒരു വർഷം പോലും ഇല്ല. ആലപ്പുഴയിലെ കർഷകരും കർഷക തൊഴിലാളികളുടെ മക്കളുമാണ് ഈ ടീമിന്റെ കരുത്ത്. 5 ട്രോഫി 5 വള്ളത്തെ. 5 വള്ളത്തിൽ ഒരേ ടീം 5 ട്രോഫി എടുത്തു. അതെ സുജയ, ഇതാണ് ചരിത്രം എന്ന് പറയുന്നത്. ഈ വള്ളം മാറിയാലൊന്നും ഞങ്ങളുടെ കരുത്ത് കുറയില്ല എന്നതാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് പറയാനുള്ളത്. ഒരേ ടീം 5 ബോട്ടുകളിൽ 5 വള്ളങ്ങളിലായി 5 തവണ നെഹ്റു ട്രോഫി, അതും തുടർച്ചയായി നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലാദ്യമായി ആ ചരിത്രം കുറിച്ച ടീമാണ് ഈ കാണുന്നത്. അതിന്റെ സന്തോഷമാണിത്. അതായത് അലി, ഇനി കപ്പ് വേണോ? പള്ളാത്തുരുത്തിയെ പിടിക്കണം. തീർച്ചയായും സുജയ, ഇനി പുന്നമട പള്ളാത്തുരുത്തി വാഴും. പള്ളാത്തുരുത്തിയെ വീഴ്ത്തിയാലല്ലാതെ ഇനി പുന്നമടയെ കീഴടക്കാൻ കഴിയില്ല എന്ന നിലയിലുള്ള ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇനി ആ കപ്പുമേന്തി ചരിത്രം പതിഞ്ഞ, നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ കപ്പുമേന്തി ഇനി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഈ പുന്നമടയുടെ ഓളങ്ങളിലൂടെ മുന്നോട്ട് പോകും. അവർക്കൊപ്പം അവരുടെ ആഹ്ലാദ നിമിഷങ്ങൾ ഒപ്പിയെടുക്കാൻ നമ്മളും ഉണ്ടാകും. അവർ ഈ ചരിത്രം കുറിച്ച നിമിഷത്തിൽ ഏറ്റവും നന്ദി പറഞ്ഞത് റിപ്പോർട്ടർ TVക്കാണ്. ഒപ്പം നിന്നതിന്, ഈ വള്ളം കളിയുടെ നടത്തിപ്പിനായി ഒപ്പം നിന്നതിന്, മുന്നിൽ നിന്ന് കാര്യങ്ങൾ അറിയിക്കേണ്ട ഇടങ്ങളിൽ അറിയിച്ചതിന്, ചർച്ചകൾ ഉണ്ടാക്കിയതിന് അവർ നന്ദി പറഞ്ഞത്, ഹൃദയത്തോട് ചേർത്ത് നിർത്തിയത് റിപ്പോർട്ടർ TVയാണ്. ഈ ചരിത്ര നിമിഷത്തിലും ആ നന്ദി പറയാൻ ആ മനുഷ്യർ, ആ ടീം, പള്ളാത്തുരുത്തി എന്ന ചരിത്രം കുറിച്ച ടീം മറന്നിട്ടില്ല എന്നതും എടുത്തു പറയണം സുജയ. എന്തായാലും പുന്നമടയുടെ ഓളങ്ങളെ വകഞ്ഞു മാറ്റി ആ ചരിത്രം പതിഞ്ഞ ട്രോഫിയുമേന്തി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലെ അംഗങ്ങൾ അവർ പറഞ്ഞതുപോലെ ആലപ്പുഴയിലെ കർഷകരും കർഷക തൊഴിലാളികളുടെ മക്കളും അടങ്ങിയ ആ ടീം ആ ട്രോഫിയുമേന്തി പുന്നമടയുടെ ഓളങ്ങളിലൂടെ ഇനി മുന്നോട്ട് പോകും. ആ ചരിത്ര നിമിഷവും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കും. എന്തായാലും ഇത് ചരിത്രം തിരുത്തി കുറിച്ച, നെഹ്റു ട്രോഫിയുടെ ചരിത്രം തിരുത്തി കുറിച്ച നിമിഷം തന്നെയാണ്. ആ നിമിഷത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അതിന്റെ ആഘോഷത്തിന്, ആരവങ്ങൾക്കാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സുജയ.